വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. RRB PO പ്രിലിംസ് കഴിഞ്ഞു. ഇനി നമുക്ക് വരാനുള്ള പ്രിലിംസ് എന്ന് പറയുന്നത് RRB ക്ലർക്കിന്റെ പ്രിലിംസ് ആണ്. അപ്പൊ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, RRB PO പോലെ തന്നെ ഇച്ചിരി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും RRB ക്ലർക്കിനും വരുന്നത്. കട്ട് ഓഫ് ഒക്കെ ഏത് റേഞ്ചിൽ പോകും, എളുപ്പമാണോ RRB ക്ലർക്കിന്റെ പ്രിലിംസിന്റെ എക്സാം? അതുകൊണ്ട് തന്നെ റിയൽ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. RRB POയുടെയും മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റിയൽ 2024 RRB ക്ലർക്കിന്റെ മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റിയലി എത്രയാണ് അല്ലെങ്കിൽ ഏത് ലെവലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ക്ലർക്ക് എക്സാമുകളിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാമാണ് RRB ക്ലർക്ക്. RRB ക്ലർക്ക് ആകുമ്പോൾ ഭയങ്കര സിമ്പിൾ പസിൽസ് എല്ലാം വൺ വേരിയബിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. പക്ഷേ നമുക്ക് 40 ക്വസ്റ്റ്യൻ ചെയ്യാൻ 25 മിനിറ്റ് മാത്രമാണ് സമയം. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 25 മിനിറ്റിൽ 40 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയുകയാണ്, ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് തനിയെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എസ്പെഷ്യലി പസിൽസ്, ബാക്കിയൊക്കെ എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾ തനിയെ ഒരു തവണ ചെയ്യുമ്പോഴാണ് ഞാൻ പിന്നീട് അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ? യെസ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻഇക്വാളിറ്റി ആണ്. ഇപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഇൻഇക്വാളിറ്റി ഇപ്പൊ ബേസ് ഒന്നും അറിയാത്ത, ഇപ്പൊ ആദ്യമായിട്ട് ഓരോ ടോപ്പിക്സ് പഠിക്കുന്നതേ ഉള്ളൂ, ജസ്റ്റ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇൻഇക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ഓൾറെഡി സെപ്പറേറ്റ് ഒരു ക്ലാസ് നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. സോ ആ മെത്തേഡ് അറിയാൻ വയ്യാത്ത, വളരെ എളുപ്പമുള്ള ലോക്ക് ആൻഡ് ഗേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ 1 മിനിറ്റിൽ 5 ക്വസ്റ്റ്യൻ, അതും പെന്നിന്റെയും പേപ്പറിന്റെയും ഒന്നും സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർ ഉറപ്പായിട്ടും ആ ഒരു വീഡിയോ ആദ്യം കാണുക. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്താലോ. ഇവിടെ ആദ്യത്തെ കൺക്ലൂഷൻ, യു ഇൻ ഇസഡിന്റെ അടുക്ക പോകണം, ഞങ്ങൾക്ക് എന്തില്ല, ലോക്കില്ല. സോ ഇവിടെയാണ് യു, ഇവിടെയാണ് ഇസഡ്. യുവിന് ഡിന്റെ അടുക്ക വരാം, ഇവിടെ ലോക്കില്ല, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഡി ഡബ്ല്യുവിന്റെ അടുക്ക വന്നു, ഡബ്ല്യു ഇസഡിന്റെ അടുക്ക വന്നു. സോ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്, ട്രൂ ആണ്. ഓക്കെ, രണ്ടാമത്തേതോ, എക്സിന് എവിടെ പോകണം, ഡബ്ല്യുവിന്റെ അടുക്ക പോകണം, പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം, ലോക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കിക്കേ, എക്സ് ഇയുടെ അടുക്ക വന്നു, പക്ഷെ ഇയിൽ നിന്ന് ഇസഡിലേക്ക് വന്നപ്പോൾ ലോക്കില്ല, കൺക്ലൂഷനകത്തിൽ ലോക്ക് ഉണ്ട്. കൺക്ലൂഷനിൽ ലോക്ക് ഉണ്ടെങ്കിൽ പോകുന്ന വഴിയെല്ലാം ലോക്ക് ഉണ്ടായിരിക്കണം. സോ സെക്കൻഡ് കൺക്ലൂഷൻ എന്താണ്, തെറ്റാണ്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഓക്കെ, രണ്ടാമത്തേതോ, എസിന് എവിടെ പോകണം, ക്യൂവിന്റെ അടുക്ക പോകണം, പോകുന്ന വഴിയെല്ലാം എന്തുണ്ടായിരിക്കണം, ലോക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കിക്കേ, ഇതാണ് എസ്, ഇതാണ് ക്യൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, എസിന് ആറിന്റെ അടുക്ക വരാം, ഇവിടെ ലോക്ക് ഉണ്ട്. ആറിൽ നിന്ന് ക്യൂയിലേക്ക് വരാം, അവിടെയും ലോക്ക് ഉണ്ട്. സോ എനിക്ക് എന്ത് പറയാം, രണ്ട് കൺക്ലൂഷനും, അതായത് രണ്ടിടത്തും ലോക്ക് ഉള്ളത് കൊണ്ട് ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. അടുത്തതോ, ആറിന് എവിടെ പോകണം, ബിയുടെ അടുക്ക പോകണം, ഞങ്ങൾക്ക് എന്തില്ല, ലോക്കില്ല. അപ്പൊ നോക്കിക്കേ, ഇതാണ് ആറ്, ഇതാണ് ബി. ആറിൽ നിന്ന് എസിലേക്ക് വന്നു, അവിടെ ലോക്കുണ്ട്. എസിൽ നിന്ന് ബിയിലേക്ക് വന്നു, അവിടെയും ലോക്കുണ്ട്. ബിയിൽ നിന്ന് യുയിലേക്ക് വന്നു, അവിടെയും ലോക്കുണ്ട്. പക്ഷെ യുയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോൾ ലോക്കില്ല, കൺക്ലൂഷൻ സാറ്റിസ്ഫൈ ചെയ്തു, കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താ, രണ്ട് കൺക്ലൂഷൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇൻഇക്വാളിറ്റി. ഇൻഇക്വാളിറ്റിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചിലപ്പോൾ 2 or 3 ഒക്കെ ആയിട്ടും നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു പസിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. അപ്പൊ എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ? ഇവിടെ 6 persons was born in 3 different months. അപ്പോൾ 6 person 3 മാസം അല്ലെ. ഇതൊരു മന്ത് ബേസ്ഡ് പസിലാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഓഫ് ഓൾ സ്ട്രക്ചർ വരയ്ക്കാം അല്ലെ. 6 പേഴ്സണും 3 മാസവും, അതേപോലെ തന്നെ ഓഫ് 2 different dates. 6 പേഴ്സൺ 3 മാസം 2 ഡിഫറൻറ്റ് ഡേറ്റ് തന്നിട്ടുണ്ട്. മന്ത് ആൻഡ് ഡേറ്റ് പസിലാണ്. മന്ത് ആൻഡ് ഡേറ്റ് പസിലാവുമ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ വരയ്ക്കണം. നമുക്ക് ആദ്യം തന്നെ സ്ട്രക്ചർ വരയ്ക്കാം. ഞാൻ ഇപ്പുറത്തേക്ക് എഴുതി കാണിക്കുന്നത് അവിടെ കൺജസ്റ്റഡ് ആയി പോകും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സോ 3 മാസം 2 തീയതി. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ വരയ്ക്കുക. നമ്മളുടെ മാസം ഏതൊക്കെയാണ്, ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ജനുവരി, ഫെബ്രുവരി ആൻഡ് മാർച്ച് 3 മാസമാണ്.
അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഒരു കാര്യം കോൺസിക്യൂട്ടീവ് മന്ത് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ നോക്കിയിരിക്കണം. ജനുവരി ആകുമ്പോൾ 31 ഡേയ്സ്, ഫെബ്രുവരി ആകുമ്പോൾ 28 ഡേയ്സ് ആണോ 29 ഡേയ്സ് ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ വർഷം തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വർഷം ലീപ്പ് ഇയർ ആണ് എന്നുണ്ടെങ്കിൽ 29 ഡേയ്സ് ആയിരിക്കും. സാധാരണ അതായത് ലീപ്പ് ഇയർ അല്ല എന്നുണ്ടെങ്കിൽ 28 ഡേയ്സ് ആയിരിക്കും. ഇവിടെ എങ്ങും നമ്മളുടെ വർഷം ഒന്നും പറഞ്ഞിട്ടില്ല. സോ നോർമൽ കേസ് 28 ഡേയ്സ് എടുത്താൽ മതി. ആൻഡ് ഓൾസോ മാർച്ച് ആയിരിക്കുമ്പോഴത്തേക്കിന് 31 ഡേയ്സ്. നമ്മുടെ ഡേറ്റ്സ് ഏതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? 9ഉം 26ഉം. സോ ഓരോ മാസവും 9, 26. ഞാൻ ഇങ്ങനെ കണ്ടീഷൻ എഴുതുന്നത് വേർട്ടിക്കൽ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ആദ്യം ആർക്കാ എക്സാം, രണ്ടാമത് ആർക്കാ എക്സാം. ചിലരിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് സിക്സാഗ് ആയിട്ട് നോക്കി ചെയ്യുന്നവരുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡ് യൂസ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് ഫീൽ ചെയ്തത് ഈ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് കണ്ടീഷൻസിലേക്ക് കടക്കാം. ദി പേഴ്സൺ വെയർ നോട്ട് നെസസറിലി ബോൺ ഇൻ ദി സെയിം ഓർഡർ. ആ തന്നിരിക്കുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഡി വാസ് ബോൺ ഓൺ ഓഡ് ഡേറ്റ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഈ ഡേറ്റും നമ്പർ ഓഫ് ഡേയ്സും തമ്മിൽ തെറ്റിപ്പോകരുത്. ഈ 31, 28, 31, 30 എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇവിടെ 9ഉം 26ഉം ആണ് നമ്മൾ എന്ത് പറയുക, ഡേറ്റ് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഡി വാസ് ബോൺ ഓൺ ഓഡ് ഡേറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടുത്തെ കേസിൽ ഓഡ് ഡേറ്റ് എന്താണ്? ഈ ഡേറ്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇവിടെ 31, 28, 30 എന്നൊക്കെ പറയുന്നത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. ഇവിടെ ഡേറ്റ് എന്ന് പറയുന്നതാണ് 9, 26. അപ്പൊ ഡി ഓഡ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഡി വരുന്ന സ്ഥലം എന്ന് പറയുന്നത് 9ആം തീയതിയാണ്. 9 എന്ന് പറയുമ്പോൾ ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെയും വരാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. ഞാൻ 3 പോസിബിലിറ്റി കൊടുക്കുന്നില്ല. നോക്കാം അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. 2 പേഴ്സൺ വെയർ ബോൺ ബിറ്റ്വീൻ ഡി ആൻഡ് എ. ഡിക്കും എക്കും ഇടയിൽ 2 പേഴ്സൺ. ഒന്ന് നോക്കിക്കേ, ഇവിടെ ഡി വന്നാൽ 2 ഗ്യാപ്പിൽ ഇങ്ങോട്ട് പറ്റില്ല, 2 ഗ്യാപ്പിൽ ഇങ്ങോട്ട് വരാം. ഇവിടെ ഡി വന്നാൽ 2 ഗ്യാപ്പിലേ ഇങ്ങോട്ട് വരാം. ഇവിടെ ഡി വന്നാലും 2 ഗ്യാപ്പിലേ ഇങ്ങോട്ട് വരാം. ഞാനപ്പോൾ അത് കൊടുത്തില്ല. ഞാൻ കണ്ടീഷൻസ് ഇങ്ങോട്ട് മാറ്റി എഴുതി. 3 പോസിബിലിറ്റി, ഒരേ സമയം 2 പോസിബിലിറ്റി ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. ഇനി എഫ് വാസ് ബോൺ 3 പേഴ്സൺ ആഫ്റ്റർ ബി. ബിക്ക് ശേഷമുള്ള മൂന്നാമത്തെ പേഴ്സൺ ആണ് ആരെന്ന് പറയുന്നത്? എഫ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? ബിക്ക് ശേഷമുള്ള മൂന്നാമത്തെ പേഴ്സൺ ആണ് എഫ്. അല്ലാതെ എഫിനും ബിക്കും ഇടയിൽ 3 ആൾക്കാരുണ്ട് എന്നല്ല. ബിക്ക് ശേഷമുള്ള മൂന്നാമത്തെ പേഴ്സൺ ആണ് എഫ്. ഈസ് ജസ്റ്റ് യങ്ങർ ടു എഫ്. എഫിന് തൊട്ട് താഴെയാണ് ഈ. ഈസ് ജസ്റ്റ് യങ്ങർ ടു എഫ്. എഫിന് തൊട്ട് താഴെയാ. ഇതെടുത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട കണ്ടീഷൻ. ഇവിടെ ഇപ്പൊ എത്രയായി? 1, 2, 3, 4, 5. 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ബി ഇവിടെ വരും, അല്ലെങ്കിൽ ബി ഇവിടെ വരും. ദാറ്റ്സ് ഇറ്റ്. ഇനി ലാസ്റ്റ് കണ്ടീഷൻ, ബട്ട് നോട്ട് ബോൺ ഇൻ ദി സെയിം മന്ത് ആസ് എ. ഈസ് ജസ്റ്റ് യങ്ങർ ടു എഫ്. ഈസ് ജസ്റ്റ് യങ്ങർ ടു എഫ്. എഫിന് തൊട്ട് താഴെയാണ് ആര്? ഇ. പക്ഷെ ഇയും എയും എന്തായിരിക്കണം? ഡിഫറൻറ്റ് മന്തിലായിരിക്കണം. ഇയും എയും എന്തായിരിക്കണം? ഡിഫറൻറ്റ് മന്തിലായിരിക്കണം എന്നാണ് എടുത്ത് നമ്മളോട് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? പറഞ്ഞിരിക്കുന്നത്. ഇയും എയും എന്തായിരിക്കണം? ഡിഫറൻറ്റ് മന്തിലായിരിക്കണം. സെയിം മന്തിൽ വരാൻ പാടില്ല. ഞാൻ DM എന്ന് കാണിച്ചത് ഡിഫറൻറ്റ് മന്ത് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സോ ഒരേ സമയം 2 പോസിബിലിറ്റി എടുത്തോ. ബിയുടെ കേസ് വരുമ്പോൾ ഏതൊക്കെയാ? ഒരു പോസിബിലിറ്റിയിൽ ബി, 2 ഗ്യാപ്പിൽ എഫ് ഇവിടെ തൊട്ട് താഴെ, ഇ ഇവിടെ, 1 ഗ്യാപ്പിൽ ബി ഇവിടെ, 2 ഗ്യാപ്പിൽ എഫ് ഇവിടെ, ഇ ഇവിടെ. ഈ 2 പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. ഇനി എന്തായിരുന്നു? ഡി 9th-നാണ് 2 ഗ്യാപ്പിൽ എ വരണം. അപ്പൊ ഈ ഇവിടെ കൊടുത്താൽ 2 ഗ്യാപ്പിൽ എനിക്ക് എ കൊടുക്കാൻ ഇവിടെയുള്ളൂ സ്ഥലം, വേറെ സ്ഥലമില്ല. സോ ഡി ഇവിടെ, ഇവിടെ ആര് വരും? എ ഇവിടെ. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി തെറ്റി. കാര്യം എന്താ? ഇയും എയും എന്ത് വന്നു? സെയിം മന്തിൽ വന്നു. നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയും എയും ഡിഫറൻറ്റ് മന്തിലാണെന്ന്. അപ്പോൾ അങ്ങനെയെങ്കിൽ അടുത്തത് നോക്കിക്കുക. അപ്പോൾ ഈ പോസിബിലിറ്റി ആയിരിക്കും കറക്റ്റ് എന്ന് 100% നമുക്ക് പറയാം. അപ്പോൾ ഡി ഇവിടെ കൊടുക്കൂ. 9-ാം തീയതിയാന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഗ്യാപ്പിൽ എ ഇവിടെ വന്നു, മിച്ചം വന്ന സി ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്. ദാറ്റ്സ് ഇറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. 2 പോസിബിലിറ്റി ക്വസ്റ്റ്യൻ. വലിയ അന്താരാഷ്ട്ര കാര്യമൊന്നുമില്ല, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല. ഇതേപോലത്തെ സിമ്പിൾ പസിൽസ് ആയിരിക്കും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ. സി വാസ് ബോൺ ഓൺ വിച്ച് ഡേറ്റ്. സി എന്ന് പറയുന്നത് ഏത് ഡേറ്റിലാണ്? ഫെബ്രുവരി 9-നാണ്. ഫെബ്രുവരി 9 എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. കുഴപ്പമില്ലല്ലോ. യെസ്. ഇതേപോലെ ഈ പസിലിനെ ബേസ് ചെയ്തിട്ട് 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമ്മളിപ്പം നിങ്ങൾക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ആൻസർ ചെയ്യാം. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി പെയർസ് ഓഫ് ലെറ്റർ.
എപ്പോഴും ചോദിക്കുന്നതാണ്, 1 മാർക്കിന് ഷുവർ ആയിട്ട്. അത് ക്ലർക്ക് ആണെങ്കിലും PO ആണെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദി വേർഡ് റീബിൽറ്റ്? അപ്പൊ നോക്കിക്കേ, ഇവിടെ റീബിൽറ്റ് എന്ന് പറയുന്ന വേർഡില് എത്ര പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട്? അപ്പൊ ആദ്യമായിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കാണുന്നതാണ്, എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് ശ്രദ്ധിക്കുക. Each of which has as many letters between them in the English alphabet, both forward and backward direction. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷൻ നോക്കിയാലും ബാക്ക്വേർഡ് ഡയറക്ഷൻ നോക്കിയാലും ഈ ഒരു വേർഡിനകത്തിൽ ആൽഫബറ്റിക്കൽ സീരീസിലെ പോലെ എത്ര പെയേഴ്സ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ട് എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇവിടെ 6 ആണ്. അതായത് നമ്മളുടെ ABCD എണ്ണി നോക്കിയാൽ മതി, വേറെ കാര്യമില്ല. മെത്തേഡ് എന്താന്ന് പറയാം. ഞാൻ നമ്പർ എഴുതിയിട്ടാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ PQR 6 കഴിഞ്ഞിട്ട് ഇവിടെ S ആയിരുന്നെങ്കിൽ ഇവര് തമ്മിൽ പേരാ. ഇവിടെ T അല്ല, ഇവിടെ U ആണ്. ശ്രദ്ധിച്ചേ, 6 കഴിഞ്ഞിട്ട് PQR S T U. 6 കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ലെറ്റർ U ആണ്. ഇവിടെയും 3ാമത്തെ പൊസിഷനിൽ U ആണ്. സോ എനിക്ക് എന്ത് പറയാം? ഇവര് രണ്ടുപേരും എന്താണ്? പെയേഴ്സ് ആണ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഇതാണ് ആക്ച്വലി നോക്കണ്ടേ. ഇതാണ് ഫോർവേഡ് ആയിട്ട് നമ്മൾ നോക്കുക എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് ഇങ്ങോട്ടേക്കാണ്. ബാക്ക്വേർഡ് ആയിട്ട് നോക്കുമ്പോൾ പുറകിലോട്ടല്ല എണ്ണുന്നത് മുന്നിലോട്ട് തന്നെയാണ്. ഓക്കെ, ഇവിടെ E കഴിഞ്ഞിട്ട് വേണ്ട, ഇവിടെ F അല്ല, G അല്ല, H അല്ല, I അല്ല, J അല്ല. ഇവിടെ നോക്കിക്കേ, E കഴിഞ്ഞിട്ട് ഇവിടെയും F അല്ല. അപ്പൊ Eക്ക് ആരെയും പെയർ കിട്ടിയിട്ടില്ല. ഇതാണ് ആക്ച്വലി പെയറിംഗ് കോൺസെപ്റ്റ്. പക്ഷെ ഞാൻ ഈ ഒരു മെത്തേഡിലല്ല, എനിക്ക് കുറച്ചും കൂടെ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത് നമ്പേഴ്സ് എഴുതി ചെയ്യുമ്പോഴാണ്. ആൽഫബറ്റ് ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ, നമ്മൾ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ചൊല്ലുന്നതും ആൽഫബറ്റ് ആണ്, ഇവിടെ നോക്കുന്നതും ആൽഫബറ്റ് ആകുമ്പോൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ എഴുതിയാണ് ചെയ്യുന്നത്. ഈ ഓരോ ആൽഫബറ്റ്സിന്റെയും ന്യൂമറിക്കൽ വാല്യൂ, അതായത് A മുതൽ Z വരെ 26 ലെറ്റേഴ്സ് ഉണ്ട്. A1, B2, C3. അപ്പൊ അത് പഠിക്കാനുള്ള എളുപ്പ മെത്തേഡ്സ് ഉണ്ട്. ഇജോട്ടി പോലെയുള്ള ട്രിക്സ് ഒക്കെ ഉണ്ട്. അത് ഓർത്തിരിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്വന്തം പേരിന്റെ ലെറ്റേഴ്സ് ഓർത്ത്, മീൻസ് നമ്മുടെ പേരിലെ, ഇപ്പൊ എന്റെ പേര് അഞ്ജു, ANCHU. അപ്പം എയുടെ നമ്പർ 1 ആണ്, Nന്റെ നമ്പർ 14 ആണ്, സിയുടെ നമ്പർ 3 ആണ്, Hന്റെ നമ്പർ 8 ആണ്, Uന്റെ നമ്പർ 21 ആണ്. അപ്പോൾ വലിയ പേരൊക്കെ ഉള്ള നിങ്ങളുടെ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെയോ ഒക്കെ പേരിന്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ കേസിൽ 6ന്റെ നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. 6ന്റെ നമ്പർ എന്ന് പറയുന്നത് 18 ആണ്. E 5 ആണ്, B 2 ആണ്, U 21 ആണ്, I 9 ആണ്, L 12 ആണ്, T 20 ആണ്. അപ്പൊ നമുക്കൊന്ന് എണ്ണി നോക്കിയാലോ. ഇവിടെ 18 കഴിഞ്ഞ് 19 ഇല്ല, 20 ഇല്ല, 21 ഉണ്ട്. നേരത്തെ നമ്മൾ ഇവര് രണ്ടുപേരും പെയേഴ്സ് ആണെന്ന് ഓൾറെഡി നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ 5 നോക്കിക്കേ, ഇവിടെ 5, ഇവിടെ 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല. നമ്മൾ ചൊല്ലുന്ന നമ്പരും ഇവിടുത്തെ നമ്പരും സെയിം ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇവിടെ നോക്കിക്കേ, 5 കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ 6 ഇല്ല. അപ്പൊ Eക്ക് ആരെയും പെയർ കിട്ടിയിട്ടില്ല. ബിയുടെ കേസ് നോക്ക്, 2 കഴിഞ്ഞിട്ട് 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല. ബാക്കിലേക്ക് നോക്കിയാലും ഇവിടെ 3 ഇല്ല, 4 ഇല്ല, കിട്ടിയിട്ടില്ല. അടുത്തത് 21 കഴിഞ്ഞുള്ള ഒരു നമ്പരും ഫോർവേഡും ഇല്ല, ബാക്ക്വേർഡും ഇല്ല. അപ്പൊ നോക്കി സമയം കളയണ്ട. അതാണ് നമ്പർ എഴുതി ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ്. 9 കഴിഞ്ഞ് 10 ഇല്ല, 11 ഇല്ല, ഇവിടെ 10 ഇല്ല, 11 ഇല്ല, 12 ഇല്ല, 13 ഇല്ല. ദെൻ 12, ഇവിടെ 13 ഇല്ല. ഇവിടെ നോക്കിക്കേ, ഇവിടെ 13 ഇല്ല, 14 ഇല്ല, 15 ഇല്ല, 16 ഇല്ല, 17 ഇല്ല. ദെൻ ഇവിടെ 20 കഴിഞ്ഞ് 21, 22 അങ്ങോട്ടേക്ക് ഒരു നമ്പറും ഇല്ല. സോ there is only one such pair. So option B is the right answer. ക്ലിയർ ആണോ? അപ്പൊ ഇത് 1 മാർക്കിന് ഷുവർ ആയിട്ടും ചോദിക്കും. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു വേർഡ്സ് ആണെങ്കിൽ ആദ്യം അത് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കി എല്ലാം ചെയ്തിട്ട് മാത്രം അതിലേക്ക് വരിക. കാരണം ഒരുപാട് വലിയ വേർഡൊക്കെ ആണെങ്കിൽ ഒത്തിരി പെയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പിന്നെ ഓപ്ഷൻ നോക്കിക്കോണം. ഇപ്പം ചിലപ്പം 1, 2, 3 പിന്നെ മോർ ദാൻ 4 ഒക്കെയാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് ആണ് പറയുന്നതെങ്കിൽ ഓപ്ഷൻ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്. അടുത്തത് നമ്മളുടെ സിലോജിസം. ഷുവർ ആയിട്ടും 5 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നമുക്കൊന്ന് ചെയ്യാം. only a few animal are dog. ആനിമലിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് ഡോഗ് എന്ന് പറഞ്ഞാൽ ആനിമലിന്റെ കുറച്ചു ഭാഗം എന്തല്ല, ഡോഗ് അല്ല. all dog is loyal. എല്ലാ ഡോഗും എന്താണ്, ലോയൽ ആണ്. and no loyal is friendly. ഒരു ലോയലും എന്തല്ല, ഫ്രണ്ട്ലി അല്ല. ഓക്കെ,
കൺക്ലൂഷനിലേക്ക് വരാം. സം ലോയൽ ആർ ആനിമൽ. കുറച്ച് ലോയൽ എന്ന് പറയുന്നത് ആനിമൽ ആണെന്ന് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇവിടുത്തെ കേസ് നോക്കിക്കേ. ലോയലിന്റെ, അതായത് ആനിമലിന്റെ കുറച്ചു ഭാഗം ഡോഗാണ്. എല്ലാ ഡോഗും ലോയൽ ആകുമ്പോൾ, അതായത് ഡോഗായ ലോയൽ എന്താണ്? ആനിമൽ ആണ്. ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ പറയുന്ന കാര്യം വെൻ ഡയഗ്രത്തിൽ കാണണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആണ്. അടുത്തതോ, നോ ആനിമൽ ഈസ് ഫ്രണ്ട്ലി. ഒരു ആനിമലും ഫ്രണ്ട്ലി അല്ല എന്നിവിടെ കാണുന്നുണ്ടോ? ഒരു ആനിമലും ഫ്രണ്ട്ലി അല്ല എന്ന് ഇവിടെ കാണുന്നില്ല. ഒരു ലോയലും ഫ്രണ്ട്ലി അല്ല എന്ന് കാണുന്നുണ്ട്. ആനിമൽ ഫ്രണ്ട്ലി അല്ല എന്ന് കാണണമെങ്കിൽ ദണ്ട് ഇങ്ങനെ കാണണമായിരുന്നു. ആനിമൽ ഇവിടെ കിടക്കുന്നു, ഫ്രണ്ട്ലി ഇവിടെ കിടക്കുന്നു, ഇവർ തമ്മിൽ ബന്ധമില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തമായിട്ട് കാണണം. ഇവർ തമ്മിൽ ക്രോസ് റിലേഷൻ ഇവിടെ കാണുന്നില്ല. സോ സെക്കൻഡ് കൺക്ലൂഷൻ തെറ്റ്. ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അടുത്ത കൺക്ലൂഷനിലേക്ക് വരാം, അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒള്ളി ഫ്രൂട്ട്സ് ആർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഒള്ളി വരുമ്പോൾ, ഒള്ളി ഫ്രൂട്ട്സ് ആർ ആപ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് മാത്രമേ ആപ്പിൾ ആകുള്ളൂ. അപ്പോൾ ഒള്ളി വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ഓള് കൊടുത്ത് ബാക്കിലേക്ക് വായിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സിലോജിസം ബുദ്ധിമുട്ടുള്ള ആസ്പിറൻസ് സിലോജിസത്തിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ എയ്തർ ഓർ കൺസെപ്റ്റ് ഉൾപ്പെടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഉറപ്പായിട്ടും നിങ്ങൾ സൈലന്റ് ബാങ്കിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുക. അതിൽ ഓരോ പാർട്ടായിട്ട് നിങ്ങൾ കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സിലോജിസം ഈസി ആവുള്ളൂ. അപ്പോൾ ഇവിടെ ഒള്ളി ഫ്രൂട്ട്സ് ആർ ആപ്പിൾ എന്ന് പറയുമ്പോൾ എല്ലാ ആപ്പിളും എന്താണ്? ഫ്രൂട്ട്സ് ആണ് എന്നല്ല അതിൻ്റെ മീനിങ്. എല്ലാ ആപ്പിളും ഫ്രൂട്ട്സ് ആണ് എന്നല്ല അതിൻ്റെ മീനിങ്. ആപ്പിൾ ഫ്രൂട്ട്സ് മാത്രമേ ആകത്തുള്ളൂ, വേറെ ആരും ആകില്ല. സം ഫ്രൂട്ട്സ് ആർ സ്വീറ്റ്. കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? സ്വീറ്റ് ആണ്. ആൻഡ് ഓൾ സ്വീറ്റ് ആർ ഹെൽത്തി. ഇതാണ് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ ആപ്പിൾ വേറെ ആരും ആകില്ല. ബാക്കി എല്ലാവരുമായിട്ടും ആപ്പിൾ എന്താണ്? നോ റിലേഷനാണ്. സോ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വരച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് തെറ്റാനുള്ള ചാൻസ് ഭയങ്കരമായി കൂടുതലാണ്. ഓൾ ആപ്പിൾ ക്യാൻ ബി ഹെൽത്തി. എല്ലാ ആപ്പിളും ഹെൽത്തി ആണ് എന്ന് കാണുന്നുണ്ടോ? ഓൾ ആപ്പിൾ ക്യാൻ ബി ഹെൽത്തി. ഇവിടെ ഈ ആപ്പിള് ആകെപ്പാടെ ഫ്രൂട്ട് മാത്രമേ ആകത്തുള്ളൂ, വേറെ ആരും ആകത്തില്ല. അപ്പം തന്നെ ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റാണ് എന്ന് മനസ്സിലായി. അടുത്തതോ നോക്കിക്കേ. ഇവിടെ സം ഹെൽത്തി ബീയിങ് ഫ്രൂട്ട് ഈസ് എ പോസിബിലിറ്റി. കുറച്ച് ഹെൽത്തിക്ക് ഫ്രൂട്ട് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഒന്ന് നോക്കിക്കേ. ഇവിടെ ഓൾറെഡി കുറച്ച് ഹെൽത്തി ഫ്രൂട്ട് ആണ്. ഡെഫിനിറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻസിന്, അതായത് ഇപ്പൊ റിയാലിറ്റിയിൽ ഇത് പെന്നാകാം എന്ന് പറയുന്നതിനകത്തിൽ ഒരു ലോജിക്കും ഇല്ല. അതേപോലെ തന്നെ റിയലി കുറച്ച് ഹെൽത്ത് ഫ്രൂട്ടാ, പിന്നെ അതാകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. സോ ഹിയർ നൺ ഓഫ് ദി കൺക്ലൂഷൻ ഫോളോസ്. നെയ്തർ 1 nor 2 ഫോളോസ് ഈസ് ദി ആൻസർ. ഓക്കെ ആണേ. അടുത്ത സിലോജിസത്തിലേക്ക് കടക്കാം. നോക്കിക്കേ. ഓൾ ബേർഡ്സ് ആർ കളർഫുൾ. എല്ലാ ബേർഡ്സും എന്താണ്? കളർഫുൾ ആണ്. നോ ബേർഡ്സ് ആർ റെയർ. ഒരു ബേർഡ്സും എന്തല്ല? റെയർ അല്ല. നോ റിലേഷൻ പറഞ്ഞിരിക്കുന്നവരെ തെറ്റാതെ തന്നെ വരയ്ക്കണം. ആൻഡ് ഒൺലി എ ഫ്യൂ കളർ ആർ ട്രീ. കളറിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് ട്രീ എന്ന് പറഞ്ഞാൽ കളറിന്റെ കുറച്ചു ഭാഗം ട്രീ അല്ല. കൺക്ലൂഷനിലേക്ക് വരാം. നോ ബേർഡ് ബീങ് ട്രീ ഇസ് എ പോസിബിലിറ്റി. ഒരു ബേർഡും ട്രീ ആകാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ആകാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആകാതിരിക്കാനും പോസിബിലിറ്റി ഉണ്ട്. ഈ ബേർഡും ട്രീയും തമ്മിൽ ഒരു ക്രോസ് റിലേഷനും കാണുന്നില്ല. അപ്പൊ ഇവര് തമ്മിൽ സം റിലേഷൻ ആകാമെങ്കിൽ നോ റിലേഷനും ആകാനും ചാൻസ് ഉണ്ട്, ആകാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഫസ്റ്റ് കൺക്ലൂഷൻ ട്രൂ ആ. അടുത്തതോ, സം കളർഫുൾ ആർ നോട്ട് റെയർ. കുറച്ച് കളർഫുൾ എന്ന് പറയുന്നത് റെയർ അല്ല. ട്രൂ അല്ലേ? ഒന്ന് നോക്കിക്കേ. കളർഫുള്ളിന്റെ കുറച്ചു ഭാഗം എന്ന് പറയുന്നത് ബേർഡ് ആണ്. അതെന്താകത്തില്ല? റെയർ ആകത്തില്ല. അപ്പൊ കളർഫുള്ളിന്റെ കുറച്ചു ഭാഗം റെയർ അല്ല എന്ന് പറയുന്നത് ട്രൂ ആണ്. സോ ഹിയർ ബോത്ത് ദി കൺക്ലൂഷൻ ഫോളോസ്. മനസ്സിലാകുന്നുണ്ട് എന്ന് കരുതുന്നു. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. സം മ്യൂസിക് ഈസ് ഡിവൈസ്. കുറച്ച് മ്യൂസിക് എന്ന് പറയുന്നത് എന്താണ്? ഡിവൈസ് ആണ്. ആൻഡ് ഒൺലി എ ഫ്യൂ ഡിവൈസ് ഈസ് ഐറ്റം. ഡിവൈസിന്റെ കുറച്ചു ഭാഗം മാത്രമാണ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഡിവൈസിന്റെ കുറച്ചു ഭാഗം ഐറ്റം അല്ല. ആൻഡ് നോ ഐറ്റം ഈസ് ഗാഡ്ജറ്റ്. ഒരു ഐറ്റവും എന്തല്ല? ഗാഡ്ജറ്റ് അല്ല. ഓക്കെ, കൺക്ലൂഷനിലേക്ക് വരാം. നോ ഗാഡ്ജറ്റ് ഈസ് മ്യൂസിക്. ഒരു ഗാഡ്ജറ്റും മ്യൂസിക് അല്ല എന്ന് കാണുന്നുണ്ടോ? ഒരു ഗാഡ്ജറ്റ് മ്യൂസിക് അല്ല എന്നുണ്ടെങ്കിൽ ദണ്ട ഇങ്ങനെ കാണണമായിരുന്നു. ഒരു ഗാഡ്ജറ്റ് മ്യൂസിക് അല്ല എന്നുള്ളത് ഇങ്ങനെ കാണണമായിരുന്നു. അങ്ങനെ കാണുന്നില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റ്.
നമ്മൾ ഇവരെ ഇപ്പൊ ചിലപ്പം ചിന്തിക്കും, ഇവരിവിടെ ഇരിക്കുന്നു, ഒരു ബന്ധവും ഇല്ലല്ലോ, ഇവരകന്നിരിക്കുന്നു എന്ന് കരുതി ഇവര് കൂട്ടാണോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ അടിയാണോ, സം റിലേഷൻ ഉണ്ടോ നോ റിലേഷൻ ഉണ്ടോ, സം റിലേഷൻ ഉണ്ടാകാം നോ റിലേഷൻ ഉണ്ടാകാം. ഡെഫിനറ്റ് ആയിട്ട് ചോദിച്ചാൽ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കാണണം, അങ്ങനെ കാണുന്നില്ല. സോ ഫസ്റ്റ് കൺക്ലൂഷൻ തെറ്റ്. സം ഡിവൈസസ് ആർ നോട്ട് ഐറ്റം. കുറച്ച് ഡിവൈസ് എന്ന് പറയുന്ന ഐറ്റം അല്ല. ട്രൂ അല്ലേ? വേണ്ട, ഇവിടെ ഓൾറെഡി ഒള്ളി എ ഫ്യൂ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ കാര്യമാണ്, ഡിവൈസിന്റെ കുറച്ചു ഭാഗം ഐറ്റം അല്ല. സോ ട്രൂ ആണ്. ഒള്ളി കൺക്ലൂഷൻ 2 ഫോളോസ്. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. വെരി ഗുഡ് ഓൾ ഓഫ് യു. ക്ലിയർ? ഓക്കെ. അപ്പോൾ അടുത്തത് നമ്മുടെ ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. അപ്പോൾ ഈ ആൽഫ ന്യൂമറിക് സീരീസിനകത്തിൽ നമുക്ക് വേണമെങ്കിൽ മിക്സഡ് സീരീസ് ചോദിക്കാം, വേണമെങ്കിൽ നമ്പർ ടെസ്റ്റ് ചോദിക്കാം, ആൽഫബറ്റ് ടെസ്റ്റ് ചോദിക്കാം. ഇത് ആൽഫബറ്റ് ടെസ്റ്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞാൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, പക്ഷെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനും ഓരോ അപ്രോച്ച് ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. വേറെ കാര്യമൊന്നുമില്ല. ഓക്കെ. വിച്ച് ലെറ്റർ ഈസ് 11th ഫ്രം ദി ലെഫ്റ്റ് എൻഡ്? ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള 11th ലെറ്ററാണ് ചോദിച്ചേക്കുന്നത്. അപ്പം സിമ്പിളായിട്ട് എണ്ണിയാൽ പോരെ. എണ്ണുമ്പം 1 2 3 4 എന്ന് എണ്ണിക്കൊണ്ടിരുന്നാൽ ഈ 5 ക്വസ്റ്റ്യന് മാത്രമേ ഉത്തരം കിട്ടുള്ളൂ. നമുക്ക് ആകെ 25 മിനിറ്റേ ഉള്ളൂ. 3ന്റെ പേരുകളായിട്ട് എണ്ണുക. സോ 3 3 3 6 6 3 9 10 11. ജെ ആണ് ആൻസർ വരിക. സോ ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. റിയലി ചോദിച്ച ചോദ്യമാണ്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അടുത്തതോ, ഇഫ് ഓൾ ദി വവ്വൽസ് ആർ റിമൂവ്ഡ് ഫ്രം ദി സീരീസ്. ഈ ഒരു സീരീസിൽ നിന്ന് എല്ലാ വവ്വൽസിനെയും എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ദെൻ വിച്ച് ലെറ്റേഴ്സ് വിൽ ബി തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് 6th ലെറ്റർ ഫ്രം റൈറ്റ് എൻഡ്? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? വിച്ച് ലെറ്റർ വിൽ ബി തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ്? വിച്ച് ലെറ്റർ വിൽ ബി തേർഡ് ടു ദി ലെഫ്റ്റ് ഓഫ് 6th ലെറ്റർ ഫ്രം റൈറ്റ് എൻഡ്? എല്ലാരെയും നോക്കരുത്. ഇവിടെ ആരെ നോക്കണം? വവ്വൽസിനെ റിമൂവ് ചെയ്യുക. ആദ്യം നമുക്ക് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ഒരു എളുപ്പ വഴിയുണ്ട്. ബാക്കിൽ നിന്ന് പുറകിലേക്ക് വായിക്കുക. ഇപ്പൊ ഇങ്ങനെ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് തേർഡ് ടു ദി ലെഫ്റ്റ്, 6th ടു ദി റൈറ്റ്, 8th ടു ദി ലെഫ്റ്റ്, ഇങ്ങനെ കണ്ടിന്യൂസ്ലി പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലാസ്റ്റ് എൻഡിൽ നിന്ന് പിറകിലേക്ക് വായിക്കാം. ദാറ്റ് മീൻസ് 6th ഫ്രം ദി റൈറ്റ്. ശ്രദ്ധിച്ചേ, നമ്മുടെ ഒരു സീരീസിന്റെ ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് ഇത്, റൈറ്റ് എൻഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ റൈറ്റിൽ നിന്ന് 6th എലമെന്റ്, ദെൻ തേർഡ് ടു ദി ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കല്ലേ. അപ്പൊ തേർഡ് ടു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, റൈറ്റ് എൻഡിൽ നിന്നുള്ള 9ാമത്തെ എലമെന്റ്. ചിലരിങ്ങനെ കാണാതെ പഠിച്ചു വെക്കും. ലെഫ്റ്റും ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, റൈറ്റും ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം, ലെഫ്റ്റും റൈറ്റും ആണെങ്കിൽ ആഡ് ചെയ്യണം എന്നൊക്കെ. ഇവിടെ അങ്ങനെ നോക്കണ്ട. നിങ്ങൾ ഈ ഒരു ഇത് വരച്ചുകൊണ്ടിരിക്കരുത്. ഇത് മനസ്സിലായിരിക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കിക്കേ, റൈറ്റിൽ നിന്ന് 6th, അഗെയിൻ ലെഫ്റ്റിലേക്ക് 3, 6 + 3 9 എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം. അപ്പൊ ചുമ്മാ 9 എന്ന് എഴുതരുത്, ചുമ്മാ 9 എന്ന് എണ്ണരുത്. കാരണം ആരെ കണക്ക് കൂട്ടാൻ പാടില്ല? വവ്വൽസിനെ കണക്ക് കൂട്ടാൻ പാടില്ല. അപ്പൊ നോക്കിക്കേ, 1 2 3 4 5 6 7 8. അടുത്തത് ആര് വരും? നമ്മളുടെ 9 അല്ലെ. 9ാമത്തെ ലെറ്റർ ആണ് നമുക്ക് വേണ്ടത്. 9 അല്ലേ നമുക്ക് വേണ്ടത്. നോക്കിക്കേ, 1 2 3 4 5 6 7 8 9. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, വേറെ കാര്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തു. ഓക്കെ, അപ്പോൾ 14th ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തു. അടുത്തതിന് 17th ആണ്. നോക്കിക്കേ, വിച്ച് കൺസോണന്റ് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ ഐ ആൻഡ് എ? ശ്രദ്ധിക്കണേ, ഐക്കും എയ്ക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഐയെയും എയെയും ഇവിടെ ട്രൈസ് ഔട്ട് ചെയ്യണം. ഇവിടുത്തെ കേസിൽ ഐ എവിടെയാണ്? ഐ എന്ന് പറയുന്നത് ദണ്ട് ഇതാണ്, എ എന്ന് പറയുന്നത് ദണ്ട് ഇതാണ്. വേറെ ഐയും എയും ഉണ്ടോ എന്നൊന്ന് നോക്കിക്കോണം. ഇവിടുത്തെ കേസിൽ വേറെ എങ്ങും ആരെ കാണുന്നില്ല? ഐയെ കാണുന്നില്ല. അപ്പൊ ഐക്കും എയ്ക്കും എക്സാക്ട്ലി നടുക്കുള്ള കൺസോണന്റ് ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്. വവ്വലല്ല. നമ്മളോട് എക്സാക്ട്ലി നടുക്കുള്ള കൺസോണന്റ് ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എണ്ണി ചെയ്യാം. ഇപ്പം ഇൻ ബിറ്റ്വീൻ അല്ല. അപ്പൊ ഇവർ രണ്ടുപേരും പോയി, ഇവർ രണ്ടുപേരും പോയി, ഇവർ രണ്ടുപേരും പോയി, ഇവർ രണ്ടുപേരും പോയി, ഇവർ രണ്ടുപേരും പോയി അല്ലെ. പിന്നെ ആരാ നമുക്കുള്ളത്? എസ് ആണ്. സോ എക്സാക്ട് നടുക്ക് കൺസോണന്റ് തന്നെയാ. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഇ. ക്ലിയർ അല്ലേ? യെസ്.
അടുത്തത് ഹൗ മെനി കൺസോണൻസ്. നോക്കിക്കേ, ഇവിടെ എത്ര കൺസോണൻസ് ഉണ്ട്? ജസ്റ്റ് പ്രൊസീഡഡ് ബൈ എ വവൽ ആൻഡ് ജസ്റ്റ് ഫോളോഡ് ബൈ എ കൺസോണന്റ്. അതായത് ഞാൻ ഈ എഴുതിയ ഓർഡർ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവരുടെ ഓർഡർ ആണ്. ഈ ഓർഡർ നമ്മൾ നോക്കുക. ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? ഹൗ മെനി കൺസോണൻസ്. ഇവിടെ എത്ര കൺസോണൻസ് ഉണ്ട്? ജസ്റ്റ് പ്രൊസീഡഡ്. പ്രൊസീഡഡ് മീൻസ് പിറകിലേക്ക്, പി പിറകിലേക്ക് എന്ന് ആലോചിച്ചാൽ മതി. പ്രൊസീഡഡ് ബൈ വവൽ, എത്ര കൺസോണന്റ് ഉണ്ട്? തൊട്ട് പിറകിൽ വവൽ ഉണ്ടായിരിക്കണം. ആൻഡ് ജസ്റ്റ് ഫോളോഡ് ബൈ, അപ്പൊ തൊട്ട് മുൻപിൽ ആരുണ്ടായിരിക്കണം? എഗെയിൻ കൺസോണന്റ്. അതായത് ഇത്രയേ ഉള്ളൂ. വവ്വല് കഴിഞ്ഞിട്ട് 2 കൺസോണന്റ് വരുന്നുണ്ടോ? അങ്ങനെയുള്ള എത്ര കൺസോണൻസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഓർഡർ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് വളരെ പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമ്മൾ കൺസോണൻസിൽ നിന്ന് എടുക്കാനിരുന്നാൽ ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ കൺസോണൻസാണ്. അപ്പൊ എല്ലാവരെയും നോക്കേണ്ടി വരും. അപ്പൊ നമ്മൾ വവ്വൽസ് നോക്കുന്നതാണ് ബെറ്റർ. ആകെപ്പാട് 5 വവ്വലേ നമുക്കുള്ളൂ. അപ്പൊ വവ്വല് കഴിഞ്ഞിട്ട് 2 കൺസോണന്റ് ഉണ്ടോ എന്ന് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ദണ്ട് ഇത് വവ്വലാണ്, ഇത് കഴിഞ്ഞിട്ട് ദണ്ട് 2 കൺസോണൻസ് ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ദണ്ട് ഇത് വവ്വലാണ്, ഇത് കഴിഞ്ഞിട്ട് 2 കൺസോണന്റ് ഉണ്ട്. കിട്ടിയല്ലോ. അടുത്തത് ഇവിടെ വവ്വലാണ്, ഇത് കഴിഞ്ഞിട്ട് 2 കൺസോണന്റ് ഉണ്ട്. ഓക്കെ, അടുത്തത് ഇത് വവ്വലാണ്, ഇത് കഴിഞ്ഞിട്ട് 2 കൺസോണന്റ് ഉണ്ട്. ദണ്ട് ഇത് വവ്വലാണ്, ഇത് കഴിഞ്ഞിട്ട് 2 കൺസോണന്റ് ഉണ്ട്. സോ 1 2 3 4 എണ്ണം ഉണ്ട്. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ? അപ്പോൾ ഇതേപോലെ മിക്സഡ് സീരീസോ നമ്പർ ടെസ്റ്റോ ഏത് വേണമെങ്കിലും നിങ്ങളോട് ചോദിക്കാം. ഇതിപ്പോൾ ഒരു ഷിഫ്റ്റിലെ ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിൾ അല്ലേ? തെറ്റരുത്. ആൽഫ ന്യൂമറിക് സീരീസ് ആണ് റീസണിങ്ങിൽ ഏറ്റവും എളുപ്പം. പക്ഷെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കും ആൽഫ ന്യൂമറിക് സീരീസ് ആണ്. ശ്രദ്ധിച്ചോണം. ഓക്കെ, യെസ്. അടുത്തത് എഗെയിൻ ഒരു പസിലാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ഒന്ന് ട്രൈ ചെയ്യാ തനിയെ, എന്നിട്ട് ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഏത് ടൈപ്പ് ഓഫ് പസിലാണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. ഇവിടെ 7 persons have by different number of pens and one after the other but not necessarily in the same order. 7 ആൾക്കാർ പെൻ വാങ്ങിച്ചു. അപ്പോൾ ഇത് ആ ഓർഡറാണ്, ഒരു ഓർഡർ ആൻഡ് റാങ്കിങ് പസിലാണ്. അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് ആരാണ് കൂടുതൽ പെൻ വാങ്ങിച്ചത്, ആരാണ് കുറച്ച് പെൻ വാങ്ങിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. അല്ല, കുറച്ച് പെൻ എന്നുള്ളത് മാത്രമല്ല, അവരുടെ എത്ര പെൻസ്, നമ്പർ ഓഫ് പെൻസ്, ഡിഫറെന്റ് നമ്പർ ഓഫ് പെൻസാ. അപ്പോൾ ആരാണ് കൂടുതൽ വാങ്ങിയത്, ആരാണ് കുറവ് വാങ്ങിയത്? ഇറ്റ്സ് എ ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ. ഇതേപോലെ ഹൈറ്റ്, ഡിഫറെന്റ് ഹൈറ്റ് ഉള്ള ആള്, ഡിഫറെന്റ് വെയിറ്റ് ഉള്ള ആള്. അപ്പോൾ അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സ്ട്രക്ചർ വരച്ചിട്ടാണ് ചെയ്യുക. ടോട്ടൽ 7 പേഴ്സൺ, 1 2 3 4 5 6 7. അപ്പം ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുന്നത്, ഇവിടെ നമ്പർ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടോട്ടൽ എത്ര പേഴ്സൺസ് ഉണ്ടെന്ന് വ്യക്തമായിട്ട് നമുക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്പർ കൊടുക്കുന്നത്. ഇപ്പം റാങ്ക് ആണെങ്കിൽ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ മേടിച്ച ആൾ, ഇപ്പം നമ്പർ ഓഫ് പെൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഡിസെൻഡിങ് ഓർഡറിലാണ് എഴുതുക. ചിലരിങ്ങനെ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഇട്ട് ചെയ്യുന്ന ആസ്പിറൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പത്തിൽ ഫീൽ ചെയ്യുന്നത്. എനിക്ക് കൂടുതലും എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുക ഇങ്ങനെ എഴുതുമ്പോഴാണ്. ഇപ്പം എയ്ക്ക് ബി എ കാട്ടിൽ നമ്പർ ഓഫ് പെൻസ് കൂടുതലുണ്ട് എന്ന് പറയുമ്പം ഇങ്ങനെ കണ്ടീഷൻസ് എഴുതുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാകുക. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്ട്രക്ചർ വരച്ച് ചെയ്യുന്നത്. നമ്പർ ഞാൻ ടോപ്പ് ടു ബോട്ടം ഇടാനുള്ള കാരണം, നമ്മളിപ്പോൾ റാങ്കിൻ്റെ കേസ് പറയുകയാണ്. ഒരു ക്ലാസ്സിലെ 7 കുട്ടികളുടെ റാങ്ക്, അവിടെ ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് 1 അല്ലേ? അപ്പം ഹൈറ്റും വെയിറ്റും ഒക്കെ പറയുമ്പോൾ നമ്പറിന് വലിയ പ്രാധാന്യമില്ല. പക്ഷെ റാങ്കിൻ്റെ കേസ് പറയുമ്പോൾ നമ്പറിന് പ്രാധാന്യമുണ്ട്. ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് 1. അപ്പം നമ്മൾ റാങ്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും ടോപ്പ് ടു ബോട്ടം അറേഞ്ച് ചെയ്യുന്നത്. ഇനി ബാക്കി നോക്കാം. Q buys just fewer pens than the one who buys 324 pens. അപ്പോൾ 324 പെന്ന് മേടിച്ച ആളെ കാട്ടിലും വളരെ തൊട്ട് താഴെയാണ് നമ്മുടെ പിയുടെ പൊസിഷൻ. തൊട്ട് താഴത്തെ പൊസിഷനിലാണ് ആര്? പി. അതിനെക്കാട്ടിൽ കുറച്ച് പെന്നാണ് മേടിച്ചിട്ടുള്ളത്. 2 persons between Q and R. ക്യൂവിനും ആറിനും ഇടയിൽ എത്ര ഗ്യാപ്പാണ്? 2 ഗ്യാപ്പ്. ഇത് പി അല്ലേ പറഞ്ഞേക്കുന്നത്? 300 പി ആയിരുന്നു, ക്യൂ ആയിരുന്നു? ഒറ്റ സെക്കൻഡ്. യെസ്, ക്യൂ അല്ലേ? ക്യൂ ആണ്, പി ആയിരുന്നില്ല. നമ്മളുടെ പി അല്ല, ഞാനിവിടെ കണ്ടീഷൻ എഴുതിയതിനകത്തിൽ ഞാൻ പി എന്നാണ് എഴുതിയത്. പി അല്ല, ആക്ച്വലി ക്യൂ ആണ് കേട്ടോ. ഓക്കെ, ക്യൂ 2 ഗ്യാപ്പിൽ 6, ക്യൂ 2 ഗ്യാപ്പിൽ 6. ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് പെൻസ് ഓഫ് വി ആൻഡ് യു ഈസ് 68.
വിയുടെയും യുവിൻ്റെയും കൂടെ പെന്നിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 68. ഞാൻ ഇവിടെ ഇങ്ങനെ മോഡ് മാർക്ക് ചെയ്യാനുള്ള കാര്യം വിയുടെ നമ്പർ ഓഫ് പെൻസ് ആണോ വലുത്, യുവിൻ്റെ നമ്പർ ഓഫ് പെൻസ് ആണോ വലുതെന്നുള്ളത് നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ്. ഇനി എസ് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ പി ആൻഡ് ടി. എസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ബിറ്റ്വീൻ പി ആൻഡ് ടി. എക്സാക്ട്ലി ബിറ്റ്വീൻ പി ആൻഡ് ടി എന്ന് പറഞ്ഞാൽ അതായത് പിക്കും എസിനും ഇടയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺ ഉണ്ടോ അത്രയും ആൾക്കാർ എസിനും ടിക്കും ഇടയിലുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി എസ് ഈസ് എക്സാക്ട്ലി ബിറ്റ്വീൻ പി ആൻഡ് ടി ഹൂ ബൈസ് ജസ്റ്റ് ഫ്യൂവർ പെൻസ് ദാൻ ആർ. ടി എന്ന് പറയുന്നത് ആറിൻ്റെ തൊട്ട് താഴത്തെ പൊസിഷനാണ്. ആറിൻ്റെ തൊട്ട് താഴത്തെ പൊസിഷനാണ് ആരെന്ന് പറയുന്നത്, നമ്മളുടെ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ കണ്ടീഷൻസ് എഴുതുന്ന രീതി നന്നായിട്ട് ശ്രദ്ധിക്കാം. ജസ്റ്റ് ഫ്യൂവർ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സൈഡിൽ ആരോ കൊടുത്തിട്ടുള്ളത്. ഇനി ആസ് മെനി പേഴ്സൺ ബൈസ് പെൻ ആഫ്റ്റർ വി ആസ് ബിഫോർ ക്യൂ എന്ന് പറഞ്ഞാൽ വിയും ക്യൂവും ഒറ്റ വാക്കിൽ ഞാൻ പറയും പെയേഴ്സാ. കാരണം വിയും ക്യൂവും പെയേഴ്സ് ആണെന്ന് പറഞ്ഞാൽ വിക്ക് മുകളിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺ ഉണ്ടോ അത്രയും ആൾക്കാർ ക്യൂവിന് താഴെയുണ്ട്. ദാറ്റ് മീൻസ് വിയും ക്യൂവും പെയേഴ്സ് ആണ്. വിക്ക് മുകളിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ ക്യൂവിന് താഴെയും ഒരെണ്ണം ഉണ്ട്. ഇത്രയുമാണ് നമ്മളുടെ കണ്ടീഷൻസ് പറഞ്ഞിട്ടുള്ളത്. സോ വളരെ സ്പീഡിൽ നമുക്കിത് എങ്ങനെയാണ് എടുക്കാൻ പറ്റുക? ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് എവിടെ നിന്നെടുത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ കേസിൽ നമുക്ക് നോക്കാം. ഇവിടെ ആകെപ്പാടെ 1, 2, 3, 4, 5 അല്ലെ, ഈ പൊസിഷനാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് ക്യൂവിൽ 6ഉം ക്യൂവിന് മുകളിലേക്കാണോ 6, ക്യൂവിന് താഴേക്കാണോ 6 എന്നുള്ളത് അവർ തന്നിട്ടില്ല. 2 പേഴ്സൺ മാത്രമാണ് ക്യൂ 6 എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. അപ്പൊ ഇത് മാത്രം. ഇനി ക്യൂവിന് തൊട്ട് മുകളിൽ ആരുണ്ട്? 324 ഉണ്ട്. ഒന്ന് നോക്കിക്കേ, ക്യൂവിന് തൊട്ട് മുകളിൽ 324 ഉണ്ട്. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5, 6 ഇതെടുത്ത് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ ടി ഏറ്റവും ബോട്ടം അല്ലെങ്കിൽ ടി ഇവിടെ. ഈ 2 പോസിബിലിറ്റിയാണ് വരുന്നത്. നമുക്ക് രണ്ടും എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഒരു പോസിബിലിറ്റിയിൽ ഞാൻ ടി ഇവിടെ കൊടുത്തു, ഒരു പോസിബിലിറ്റിയിൽ ഞാൻ ടി ഇവിടെ കൊടുത്തു. ടി ഇവിടെ വരുമ്പോൾ ടിക്ക് തൊട്ട് മുകളിൽ 6, 6 2 ഗ്യാപ്പിൽ ക്യൂ, ഇവിടെ 6 2 ഗ്യാപ്പിൽ ക്യൂ. ക്യൂവിന് തൊട്ട് മുകളിൽ ആര് വരണം? 324. ഇവിടെ ക്യൂവിന് തൊട്ട് മുകളിൽ 324 കൊടുത്തല്ലോ. ഇനി നോക്കിക്കേ, ഇനി ഇവിടെ നോക്കിക്കേ, എസ് എന്ന് പറയുന്നത് പിയുടെയും ടിയുടെയും നടുക്ക് വരണം. അപ്പൊ എസ് എന്ന് പറയുന്ന പിയുടെയും ടിയുടെയും നടുക്ക്, പിന്നെ വിയും ക്യൂവും പെയേഴ്സാ. ഇവിടെ ക്യൂവിന് മുകളിൽ 2 ആണെങ്കിൽ വിക്ക് താഴെയും 2 വരണം. അപ്പൊ ഈ കേസിൽ നോക്കിക്കേ, വി ഇവിടെ. ഇവിടുത്തെ കേസിലോ ഇവിടെ ക്യൂവിന് മുകളിൽ 1 ആണെങ്കിൽ ഇവിടെ വിക്ക് താഴെയും 1 വരണം. ഈ പോസിബിലിറ്റിയിൽ അത് പറ്റില്ല. അപ്പൊ തന്നെ ഈ പോസിബിലിറ്റി എലിമിനേറ്റ് ആയി. ഓക്കെ, അപ്പൊ പിന്നെ വി ഇവിടെ വന്നു. ഇനി ആരാ മിച്ചമുള്ളത്? എസും പിയും ടിയും മാത്രമേ ഉള്ളൂ. അപ്പൊ ടി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എസ് ഇവിടെ കൊടുത്താൽ 2 ഗ്യാപ്പിൽ എനിക്ക് പി കൊടുക്കാം. ഇവിടെ നോക്കിക്കേ, ദണ്ട് എസ് ഞാൻ ഇവിടെ കൊടുത്തപ്പോൾ എസിനും ടിക്കും ഇടയിൽ 2 പേരാണെങ്കിൽ എസിനും പിക്കും ഇടയിലും 2 പേര് വരണം. സോ 100% പി ഞാൻ ഇവിടെ കൊടുത്തു, യു ഇവിടെ കൊടുത്തു. ക്വസ്റ്റ്യൻ സോൾവ്. ഇനി ഒരു കാര്യമുണ്ട്, വിക്കും യുവിനും ഇടയിലെ ഡിഫറൻസ് 68. ഇവിടെ യു 324. അപ്പൊ വി ഡിഫറൻസ് 68 എന്ന് പറഞ്ഞാൽ കൂടുതലാണോ കുറവാണോ എന്ന് എങ്ങനെ അറിയും? ഇതിന് താഴേക്കല്ലേ വരുന്നത്. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് പെൻസ് കുറവായിരിക്കും. അപ്പൊ 324 നിന്ന് 68 കുറയ്ക്കുന്നതായിരിക്കും എന്ത് വരിക? ഇവിടെ ആൻസർ വരിക. ദാറ്റ് മീൻസ് വി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 256 വരും. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. 256. ക്ലിയർ? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒന്നുമില്ല. ജസ്റ്റ് ഓർഡർ ആൻഡ് റാങ്കിങ് പസിൽ. സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി പെൻസ് ഡസ് ദി പേഴ്സൺ ബൈ ഹൂ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പി? പിക്ക് തൊട്ട് ശേഷമുള്ള ആള് എത്ര പെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്? പിക്ക് തൊട്ട് ശേഷമുള്ള ആൾ ആരാ? യു. 324. സോ ഓപ്ഷൻ എ ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതേപോലെ 5 സബ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് കോഡിംഗ് ആണ്. ഇതിൽ നിന്ന് 5 സബ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ചോദിക്കും. ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ വളരെ സ്പീഡിൽ, കോമൺ മെത്തേഡ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വിൽ ബി ദി കോഡ് ഓഫ് ഈസ് ആസ് പെർ ദി ഗിവൺ കോഡ് ലാംഗ്വേജ്? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാം. ഇവിടുത്തെ കേസിൽ നമുക്ക് തന്നിട്ടുണ്ട് ഗിവൺ എന്ന് പറയുന്നത് ഡെഡ് ലൈൻ, ദെൻ വർക്ക്, ദെൻ അസൈൻമെന്റ്. ഫസ്റ്റ് ലൈൻ അതേപോലെ തന്നെ എടുത്തു. ദെൻ സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ ഈസ് ഇല്ല, മാറ്റി എഴുതി. വർക്ക് ഉണ്ട്, നേരെ താഴെ ഇൻവെർട്ടഡ് കോമ. ഉള്ളതിന് നേരെ താഴെ ഇൻവെർട്ടഡ് കോമ കൊടുക്കുക, ഇല്ലാത്തത് സൈഡിലേക്ക് നീക്കി എഴുതുക.
ദെൻ മൂന്നാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ മാനേജ്മെന്റ് ഇല്ല മാറ്റി എഴുതി, ഡെഡ് ലൈൻ ഉണ്ട് നേരെ താഴെ ഇൻവെർട്ടഡ് കോമ, ദെൻ പോളിസീസ് ഇല്ല മാറ്റി എഴുതി, ദെൻ മീറ്റിംഗ് ഇല്ല മാറ്റി എഴുതി. ഓക്കെ, ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ എഴുതുന്നത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് 100% എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാനിത് ഇച്ചിരി ഒന്ന് ചെറുതാക്കാം, അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാനും പറ്റും. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ലൈനിൽ മീറ്റിങ്ങും മാനേജ്മെന്റും രണ്ടിനും എം ഇട്ടിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരരുത്. മാനേജ്മെന്റിന് എം എയും മീറ്റിങ്ങിന് എം ഇ എന്നും കൊടുക്കാം. ഓക്കെ, മീറ്റിംഗ് ഉണ്ട് നേരെ താഴെ ഇൻവെർട്ടഡ് കോമ, അസൈൻമെന്റ്സ് എന്നുള്ളത് ഫസ്റ്റ് ലൈനിൽ ഉണ്ടായിരുന്നു നേരെ താഴെ ഇൻവെർട്ടഡ് കോമ. ഇത് എഴുതുക. ഇതേപോലെ തന്നെ നിങ്ങൾ വളരെ സ്പീഡിൽ എന്ത് ചെയ്യുക, കോഡ് എഴുതുക. ഞാൻ കോഡ് ഇങ്ങോട്ടേക്ക് എഴുതാം. ZX IU VS QS ഫസ്റ്റ് ലൈൻ അതേപോലെ തന്നെ എഴുതി. സെക്കൻഡ് ലൈനിലേക്ക് വരുമ്പോൾ ZX ഉണ്ട് നേരെ താഴെ ഇൻവെർട്ടഡ് കോമ, PT ഇല്ല മാറ്റി എഴുതി. നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ ഒരു വേർഡ്, ഇവിടെയും രണ്ടാമത്തെ ലൈനിൽ ഒരു കോഡ്. നമ്മൾ എഴുതി പോകുന്നത് പെർഫെക്റ്റ് ആണ്, കറക്റ്റ് ആണെന്ന് 100% നമുക്ക് ഉറപ്പിക്കാം. അടുത്തത് വരുമ്പോൾ QS ഉണ്ട് നേരെ താഴെ ഇൻവെർട്ടഡ് കോമ, RT ഇല്ല മാറ്റി എഴുതി, MH ഇല്ല മാറ്റി എഴുതി, GR ഇല്ല മാറ്റി എഴുതി. ഒന്ന് നോക്കിക്കേ, ഇവിടെയും 3 വേർഡ്, ഇവിടെയും 3 കോഡ്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഇനി നമുക്ക് ലാസ്റ്റ് ലൈനിലേക്ക് വരാം. ഇവിടെ IU ആൻഡ് GR ഉണ്ട് നേരെ താഴെ, IU ഉണ്ട് നേരെ താഴെ. ഇവിടെയും വേർഡ്സ് ഒന്നുമില്ല, ഇവിടെയും വേറെ വേർഡ്സ് ഒന്നും ഇല്ല. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് വിത്ത് 100% ആക്യുറസി. What will be the code for is as per the given code language? ഈസിന്റെ കോഡ് എന്താണ്? ഈസ് എന്ന് പറയുന്ന സെക്കൻഡ് ലൈനിലാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ഈസ് എന്ന് പറയുന്ന സെക്കൻഡ് ലൈനിലാണ്. ഇതിന് താഴെ ഇൻവെർട്ടഡ് കോമ ഇല്ല. ഇവിടെ നോക്കിക്കേ, ഏത് കോഡിന് താഴെയാ? PT. അതിന് താഴെ ഇൻവെർട്ടഡ് കോമ ഇല്ല. സോ ഹിയർ ദി ആൻസർ ഈസ് ഓപ്ഷൻ D. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇതേപോലെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എല്ലാ വേർഡ്സിൻ്റെയും കോഡ് നിങ്ങൾക്ക് കണ്ടെത്താം. ഇവിടെ ഞാൻ അതിൻ്റെ ആൻസർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് കോഡ് കിട്ടാത്തത് ഇവരുടെയാ, മാനേജ്മെന്റിന്റെയും അതേപോലെ തന്നെ P എന്ന് പറഞ്ഞ പോളിസീസിന്റെയും. ഇതിന്റെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കോഡ് കിട്ടില്ല. ഒന്നെങ്കിൽ RT അല്ലെങ്കിൽ MH എന്ന് മാത്രമേ കിട്ടുള്ളൂ. ഡെഫിനറ്റ് ആയിട്ട് കോഡ് കിട്ടാത്തവരെ വളരെ പെട്ടെന്ന് വിത്ത് 100% ആക്യുറസിയോട് കൂടിയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. ക്ലിയർ? ഓക്കെ. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു പസിലാണ്, ഒരു ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യനാ. ഒന്ന് വളരെ പെട്ടെന്ന് ആദ്യം നിങ്ങൾ തനിയെ ഒന്ന് ചെയ്യുക, എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 7 persons who lives in a multi-story building. Here the groundmost floor is numbered as 1 and the topmost is numbered as 7. ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രക്ചർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ഫ്ലോർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുകയാണ്. 1 2 3 4 5 6 7 ബോട്ടം ടു ടോപ്പ് ആണ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടുത്തെ കേസിൽ നോക്കാം. ദി പേഴ്സൺ മേ നോട്ട് ലിവ് ഇൻ ദി സെയിം ഓർഡർ. ഈ പറഞ്ഞിരിക്കുന്ന ഓർഡറിലല്ല. L lives on an even numbered floor but not on 6th floor. L എന്ന് പറയുന്ന ഈവൻ നമ്പർ ഫ്ലോറിലാണ്, പക്ഷെ 6th ഫ്ലോറിൽ അല്ല. അപ്പോൾ 6th ഫ്ലോറിൽ അല്ലെങ്കിൽ Lന് പിന്നെയുള്ള പോസിബിലിറ്റി 2 എണ്ണം, ഒന്നെങ്കിൽ രണ്ടാമത്തെ ഫ്ലോർ അല്ലെങ്കിൽ 4ാമത്തെ ഫ്ലോർ. Only one person between L and M. Lനും Mനും ഇടയിൽ ഒരു ഗ്യാപ്പ്. L ഒരു ഗ്യാപ്പിൽ M ഇങ്ങോട്ടേ പറ്റുള്ളൂ. ഇവിടുത്തെ കേസിൽ M ഇങ്ങോട്ടും വരാം, M ഇങ്ങോട്ടും വരാം. വീണ്ടും അതിൽ പോസിബിലിറ്റി എടുക്കാൻ പോകണ്ട, തൽക്കാലം അവിടെ നിൽക്കട്ടെ. J lives immediately above K but not live on an even numbered floor. J എന്ന് പറയുന്നത് നോക്കിക്കേ, J എന്ന് പറയുന്നത് Kക്ക് തൊട്ട് മുകളിലാണ്, പക്ഷെ ഈവനിലല്ല എന്ന് പറയുമ്പോൾ ഓഡ് ഫ്ലോറിലാ. J ഓഡ് ആണെങ്കിൽ തൊട്ട് താഴെയുള്ള K എവിടെ ആയിരിക്കും? ഈവൻ ഫ്ലോറിലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പോസിബിലിറ്റിയിൽ, രണ്ടാമത്തെ ഈ പോസിബിലിറ്റിയിൽ ജെയും കെയും കൊടുക്കാൻ എനിക്ക് ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. ഇവിടുത്തെ കേസിൽ എനിക്ക് JK ഇവിടെയും കൊടുക്കാം, ഇവിടുത്തെ കേസിൽ JK ഇവിടെയും കൊടുക്കാം. നമുക്ക് താഴോട്ടുള്ള കണ്ടീഷൻസ് നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. H lives on a floor above M. ശ്രദ്ധിച്ചേ, H എന്ന് പറയുന്ന ആള് M എന്ന് പറയുന്ന ഫ്ലോറിന് മുകളിലാണ്. H lives floor above M but below I. Iക്ക് താഴെയാണ് H. അപ്പൊ ഇവിടുത്തെ കേസിലൊന്ന് നോക്കിക്കേ,
ഇവിടെ ഞാൻ ജെയും കെയും കൊടുത്താൽ ഇവിടെ വരണം. അപ്പൊ ഐയും എച്ചും താഴെ വരും, എമ്മിന് താഴെ വരും. ഈ പോസിബിലിറ്റി തെറ്റാണ്. അപ്പൊ എനിക്ക് 100% പറയാം ഇവിടെ ആയിരിക്കും ആൻസർ വരിക. എൽ ഒരു ഗ്യാപ്പിൽ എം എന്തായാലും മുകളിലോട്ട് പോകില്ല. എമ്മിന് മുകളിൽ തന്നെ 2 ആൾക്കാരുണ്ട്. സോ എൽ ഒരു ഗ്യാപ്പിൽ എം ഇവിടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ജെയും കെയും കൊടുക്കാൻ ഇവിടെ മാത്രമേ സ്ഥലമുള്ളൂ. കാരണം ഇത് മാത്രമാണ് ഓടും ഈവനും വരുന്നത്. പിന്നെ അതിന് താഴെ ഐയും എച്ചും എമ്മും. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഐ, ഇവിടെ എച്ച്. അപ്പൊ ഇതിന് താഴെ എം വന്നിട്ടുണ്ട്. മിച്ചം വന്ന ആൾ ആരാണ്? മിച്ചം വന്ന ആള് എന്ന് പറയുന്നത് നമ്മളുടെ എൻ ആണ്. സോ ദിസ് ഈസ് ദി റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2 പോസിബിലിറ്റി ക്വസ്റ്റ്യൻ. കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ കേസിൽ ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കിട്ടില്ല എന്ന്. നോക്കിക്കോ, വേണമെങ്കിൽ ഒന്ന് ചെയ്ത് കാണിക്കാം. ഇവിടുത്തെ കേസിൽ വേണ്ട ജെ ഇവിടെ കൊടുത്തു, കെ ഇവിടെ കൊടുത്തു. അപ്പൊ തന്നെ ഐ ഇവിടെ വരും, എച്ച് ഇവിടെ വരും, എമ്മിന് താഴെ വരും എച്ച്. അപ്പൊ തന്നെ പോസിബിലിറ്റി തെറ്റ്. ഓക്കെ, യെസ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളുടെ ഡയറക്ഷൻ ടെസ്റ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓൾമോസ്റ്റ് നമ്മൾ കുറേ പസിൽസ് ചെയ്തു, കുറേ മിസ്ലേനിയസ് ചെയ്തു. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വളരെ വേഗത്തിൽ ചെയ്തേ. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. വളരെ എളുപ്പമുള്ള ടോപ്പിക്കാണ്, ബട്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിച്ചോണം. ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ പിക്ചർ ആക്കി കൺവേർട്ട് ചെയ്യണം. ആ പിക്ചർ ആക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഫണ്ടമെന്റൽ ഫിഗർ ആണിത്. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. നമ്മൾ ഈ ഓരോ ഡയറക്ഷൻ്റെയും കാർഡിനൽ ഡയറക്ഷൻസിൻ്റെയും ലെഫ്റ്റും റൈറ്റും പെർഫെക്റ്റ് ആയിട്ട് അറിയണം. ഒരാൾ നോർത്തിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ഈസ്റ്റിലോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, വെസ്റ്റിലോട്ടാണെങ്കിൽ ഇങ്ങോട്ട്, സൗത്തിലോട്ടാണെങ്കിൽ ഇങ്ങോട്ട് എന്ന് വരയ്ക്കാൻ പറ്റണം. അതിൻ്റെ കൂട്ടത്തിൽ അവർ ലെഫ്റ്റും റൈറ്റും കൂടെ എടുത്ത് പറയും. അന്നേരം നമുക്കൊരു കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ നമ്മുടെ സ്വന്തം ഡയറക്ഷൻ നോർത്തായിട്ട് അസ്യൂം ചെയ്യുക. നമ്മൾ ആ ഡയറക്ഷനിലോട്ട് നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പം നമുക്ക് ലെഫ്റ്റും റൈറ്റും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. നോർത്തിൻ്റെ കേസിലാണെങ്കിൽ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. സൗത്തിൻ്റെ കേസിലാണെങ്കിൽ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. വെസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ഈസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇതാണ് റൈറ്റ്, ഇതാണ് ലെഫ്റ്റ്. ഓക്കെ, യെസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും നമ്മൾ ഡയറക്ഷൻ ടെസ്റ്റിനകത്തിൽ അവർ പറയുന്ന ഇന്നാൾ ഇന്നിടത്തുനിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയി, ഇന്ന ആൽഫബറ്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ഇത്ര ഡിസ്റ്റൻസ് പോയി, ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ സബ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വായിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു സമയം നമുക്ക് അവിടെ ഇല്ല. എ സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ് ക്യൂ. എ എന്ന് പറയുന്ന ആൾ ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു 7 മീറ്റർ ഈസ്റ്റിലേക്ക്. എ എന്ന് പറയുന്ന ആള് ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എങ്ങോട്ടേക്കാ പോയത്? 7 മീറ്റർ. എങ്ങോട്ടേക്ക് പോയി? പിയിൽ. ഇച്ചിരൂടെ ചെറുതാക്കി വരയ്ക്കാം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരൂടെ ചെറുതാക്കി വരയ്ക്കാം. അപ്പൊ എ എന്ന് പറയുന്ന ആള് പിയിലേക്ക് പോയി. എത്ര ദൂരം? 7 മീറ്റർ ഈസ്റ്റിലേക്ക്. To reach the point P, he then takes a right turn and walks 5 meter to reach point F. അവിടുന്ന് വീണ്ടും റൈറ്റ്, അവിടുന്ന് വീണ്ടും റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അവിടുത്തെ കേസിൽ നമ്മൾ റൈറ്റ് എന്ന് പറയുമ്പോൾ സൗത്ത് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണല്ലോ നമ്മളുടെ റൈറ്റ്, ഇതാണ് നമ്മളുടെ റൈറ്റ്. എന്നിട്ട് എത്ര ദൂരമാണ് പറഞ്ഞേക്കുന്നത്? 5 മീറ്റർ. അപ്പം നേരത്തെ എടുത്തത് 7, അതിനെക്കാട്ടിലും കുറച്ച് ഡിസ്റ്റൻസ് മാത്രം എടുക്കുക എന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. ഡിസ്റ്റൻസ് എത്ര പറഞ്ഞേക്കുന്നത്? 5. എത്തിച്ചേരേണ്ട പോയിന്റ് F. ആഫ്റ്റർ ദെൻ ഹി ടേക്സ് എ ലെഫ്റ്റ് ടേൺ ആൻഡ് 4 മീറ്റർ ടു റീച്ച് പോയിന്റ് G. ഇപ്പൊ ഫേസ് ചെയ്ത് നിൽക്കുന്നത് സൗത്തിലോട്ടാണ്. ലെഫ്റ്റ് എന്ന് പറയുമ്പം ഈസ്റ്റിലേക്ക്. അവിടുന്ന് 4 മീറ്റർ സഞ്ചരിച്ച് എവിടെ എത്തണം? നമ്മൾ G എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം. എത്തിയല്ലോ. ഇനി ഹി ദെൻ ടേക്സ് അനദർ ലെഫ്റ്റ് ടേൺ. വീണ്ടും ലെഫ്റ്റ് ടേൺ. ഇതെന്ന് പറയുന്നത് എന്താണ്? നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ അല്ലേ എടുക്കാൻ പറഞ്ഞേക്കുന്നത്. ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നോർത്ത്, ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിന് നോക്കിക്കേ, വേണ്ട, ഇതാണ് ലെഫ്റ്റ്. നോർത്തിലേക്ക് വരും. അപ്പോൾ നോർത്തിലേക്ക് എത്ര ഡിസ്റ്റൻസാ പറഞ്ഞേക്കുന്നത്? 6 മീറ്റർ ടു റീച്ച് പോയിന്റ് D. 6 മീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തണം. 6 മീറ്റർ സഞ്ചരിച്ച് ഡിയിലെത്തണം. അപ്പോൾ അതേണ്ട ഒന്ന് നോക്കിക്കേ വേണ്ട, ഇവിടം വരെ വരുമ്പോൾ 5 എന്നും ബാക്കി 1 മീറ്റർ എന്നും അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ ചോദിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫ്രം D, he takes a right turn. ഡിയിൽ നിന്ന് വീണ്ടും റൈറ്റ് ടേൺ ആൻഡ് വാക്സ് 8 മീറ്റർ ടു റീച്ച് പോയിന്റ് M. അപ്പൊ ഇവിടെ നിന്ന് ഡിയിൽ നിന്ന് റൈറ്റിലേക്ക് 8 മീറ്റർ സഞ്ചരിച്ച് M എന്ന് പറയുന്ന പോയിന്റിൽ എത്തണം. നോക്കിക്കേ, ഇവിടുന്ന് റൈറ്റിലേക്ക് സഞ്ചരിച്ചു, എന്നിട്ട് എത്ര ദൂരം എത്തി? 8 മീറ്റർ സഞ്ചരിച്ച് M എന്ന് പറയുന്ന പോയിന്റിലെത്തി.
and final. Then he takes again a left turn and walks 3 meters to reach finally E. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നോർത്തിലേക്ക് എത്ര ദൂരമാണ് സഞ്ചരിക്കേണ്ടത്? 3 മീറ്റർ സഞ്ചരിച്ച് എവിടെ എത്തി? ഇ എന്ന് പറയുന്ന പോയിന്റിലെത്തി. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ദി ആൻസർ. ഇത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? വരയ്ക്കാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ കാര്യം. ലെഫ്റ്റും റൈറ്റും ഒക്കെ പറയുമ്പോൾ നോർത്ത് എടുക്കുമ്പോഴും സൗത്ത് എടുക്കുമ്പോഴും ഈസ്റ്റ് എടുക്കുമ്പോഴും വെസ്റ്റ് എടുക്കുമ്പോഴും ലെഫ്റ്റും റൈറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, സബ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് ഇ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ക്യൂ? ഇ വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് ക്യൂ, ക്യൂയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഡയറക്ഷൻ ഏതാ പറയാ? നോർത്ത് ഈസ്റ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. നോർത്ത് ഈസ്റ്റ് ഈസ് ദി റൈറ്റ് ആൻസർ, ഓപ്ഷൻ എ. ഇതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടാകും. ഫിഗർ കിട്ടി കഴിഞ്ഞാൽ ഏത് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ നല്ല രീതിയിൽ മനസ്സിലായോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും? അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുക്കുക, റീസണിങ്ങിൻ്റെ തന്നെ സെക്ഷണൽസ് ചെയ്യുക. നിങ്ങൾ മിസ്ലേനിയസ് ചെയ്തിട്ടാണോ പസിൽസിലേക്ക് വരുമ്പോഴാണോ, പസിൽസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓർഡറിൽ ചെയ്യുമ്പോഴാണോ എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നത്, എൻ്റെ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് സ്വയം നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നിങ്ങളിൽ കുറേ അധികം ആൾക്കാരുണ്ടായിരിക്കാം, പ്രിലിംസ് അങ്ങോട്ട് കയറുന്നില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ സ്പീഡ് എനിക്ക് കുറവാണ്. അപ്പം അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. ഒരു ദിവസം 20 പസിൽ 25 പസിലൊക്കെ അങ്ങ് ചെയ്യുക. ഉറപ്പായിട്ടും ഇന്ന് പറ്റില്ലായിരിക്കും, നാളെ പറ്റില്ലായിരിക്കും, ബട്ട് ഡേ ആഫ്റ്റർ ടുമോറോ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് പറ്റും. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ പറ്റട്ടെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ആൻഡ് കൺസേൺസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.